നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടൻ ഷാനവാസ് അന്തരിച്ചു. അനിശ്ചിതകാല ബസ് പണിമുടക്ക് മാറ്റിവെച്ചു. ഓണപരീക്ഷ ആഗസ്റ്റ് 18 മുതൽ. നടൻ ഷാനവാസ് അന്തരിച്ചു. അതുല്യ നടൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വൃക്ക രോഗത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് മരണം സംഭവിച്ചത്. ഇന്നലെ വൈകിട്ടോടെ ആരോഗ്യനില മോശമാകുകയായിരുന്നു. മലയാളം, തമിഴ് ഭാഷകളായി 50ഓളം ചിത്രങ്ങളിൽ ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട്. 1981 പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ഷാനവാസ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. 1982 അദ്ദേഹം 6 സിനിമകളിൽ വേഷമിട്ടതോടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അനിശ്ചിതകാല ബസ് പണിമുടക്ക് മാറ്റിവെച്ചു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ചൊവ്വാഴ്ച മുതൽ നടത്താൻ തീരുമാനിച്ച പണിമുടക്ക് മാറ്റിവെച്ചതായി ബസ് ഉടമസ്ഥ കോഓർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികൾ അറിയിച്ചു. തൃശൂർ പുഴയ്ക്കൽ റൂട്ടിലെ ഗതാഗതക്കുരുക്കിന് അടിയന്തര നടപടി ഉണ്ടാക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പണിമുടക്ക് മാറ്റിവെച്ചതെന്ന് പ്രസിഡന്റ് MS പ്രേംകുമാർ, ജനറൽ സെക്രട്ടറി KK സേതുമാധവൻ എന്നിവർ അറിയിച്ചു. ഓണപരീക്ഷ ആഗസ്റ്റ് 18 മുതൽ. UP ഹൈസ്കൂൾ +2 ക്ലാസുകളിലെ ഒന്നാം പാദവാർഷിക പരീക്ഷ 18-ന് ആരംഭിക്കും. LP വിഭാഗത്തിന് 20 മുതലാണ് പരീക്ഷ. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷ 26-ന് സമാപിക്കും. +2 പരീക്ഷ 27-നാണ് തീരുക. 1-2 ക്ലാസുകളിൽ പരീക്ഷയ്ക്ക് സമയദൈർഘ്യം ഉണ്ടാകില്ല. കുട്ടികൾ എഴുതി തീരുന്ന മുറയ്ക്ക് അവസാനിപ്പിക്കാം. മറ്റു ക്ലാസുകളിൽ 2 മണിക്കൂറാണ് പരീക്ഷ. 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട്. മധ്യ കേരളത്തിൽ തീവ്രമഴ തുടരുന്നു. 3 ദിവസം കൂടി ഇതേ സ്ഥിതി തുടർന്നേക്കാം. മലയോര മേഖലയിലാണ് കൂടുതൽ മഴ സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തിനു സമീപത്തെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിലാണ് മഴ തീവ്രമായത്. യഥാർത്ഥ വിലയറിയാൻ സംവിധാനം വേണം. കൺസ്യൂമർ ഫെഡ്. സാധനങ്ങളുടെ യഥാർത്ഥ വിലയറിയാൻ സംവിധാനം വേണമെന്നും അനിയന്ത്രിത വ്യാപാരം തടയണമെന്നും കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പുതുരുത്തി വായനശാലയിൽ നടത്തിയ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ ആവശ്യപ്പെട്ടു. സാധനങ്ങൾക്ക് കച്ചവടക്കാർ തോന്നിയ പോലെ വില ഈടാക്കുകയാണെന്ന് സെമിനാർ കുറ്റപ്പെടുത്തി. മനുഷ്യാവകാശ സമിതി നാഷണൽ കോഓർഡിനേറ്റർ ജോർജ് തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ അവകാശ സംരക്ഷണ സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാത്തതുമൂലം ഉപഭോക്തൃ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PV രാമൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉപഭോക്തൃ ചൂഷണങ്ങൾക്കെതിരെ ഉപഭോക്താക്കൾ സംഘടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലമാണ് ഉപഭോക്തൃ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. വനിതാ വൈസ് പ്രസിഡന്റ് E സുമതിക്കുട്ടി അംഗത്വ വിതരണം നടത്തി. V അച്യുതൻ നായർ, വർഗീസ് അത്താണി, സാലി തോമസ്, ലത രാജേന്ദ്രബാബു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വായനശാല പ്രസിഡന്റ് ജോസ് മണി സ്വാഗതവും KG മോഹൻദാസ് നന്ദിയും പറഞ്ഞു. കന്യാസ്ത്രീകൾക്കെതിരായ പകപോക്കൽ തുടരുന്നു. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ എടുത്ത കള്ളക്കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും മനുഷ്യക്കടത്ത് ആരോപണത്തിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ വേട്ടയാടൽ തുടരുന്നു. കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി പ്രാഥമിക അന്വേഷണം തുടങ്ങി. കേന്ദ്ര സർക്കാരും BJPയും നൽകിയ ഉറപ്പ് ലംഘിച്ചാണ് നീക്കം. ബജ്രംഗദളിനു വേണ്ടി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത റെയിൽവേ പോലീസിൽ നിന്നും ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്നും NIA ഉദ്യോഗസ്ഥർ പ്രാഥമിക വിവരങ്ങൾ തേടി. മനുഷ്യക്കടത്ത് കുറ്റം ആരോപിക്കുന്ന BNS 143 വകുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിച്ചത്. കേസ് NIAക്ക് കൈമാറാൻ ഛത്തീസ്ഗഡ് സർക്കാരോ കേന്ദ്ര സർക്കാരോ ഔദ്യോഗിക വിജ്ഞാപനം ഇറക്കിയിട്ടില്ലെങ്കിലും കന്യാസ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള അന്വേഷണ നടപടികളാണ് ആരംഭിച്ചത്. ഇടതുപക്ഷ MPമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ കേസ് NIA കോടതിക്ക് വിട്ടത് തെറ്റായ തീരുമാനമായതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു. ഛത്തീസ്ഗഡ് സർക്കാരിനെ കൊണ്ട് വിടുതൽ ഹർജി നൽകുമെന്നായിരുന്നു ഉറപ്പ്. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. വാർത്തകൾ തുടരുന്നു. അച്ചാണി രവി കാരുണ്യ അവാർഡ് ഗോപിനാഥ് മുതുകാടിന്.
മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലെത്തിച്ച സിനിമാ നിർമ്മാതാവും അരനൂറ്റാണ്ടിലേറെ കൊല്ലം ഫാസിന്റെ പ്രസിഡന്റുമായിരുന്ന കെ രവീന്ദ്രൻ നായരുടെ സ്മരണയ്ക്കായി കൊല്ലം ഫൈൻ ആർട്സ് സൊസൈറ്റി ഏർപ്പെടുത്തിയ അച്ചാണി രവി കാരുണ്യ അവാർഡ് 2025 ഗോപിനാഥ് മുതുകാട് അർഹനായി. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ പുരോഗതിക്കും ഏറ്റവും കൂടുതൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതിനാണ് പുരസ്കാരം നൽകുന്നത്. 25,001 രൂപയും പ്രശംസാഫലകവുമാണ് അവാർഡ്. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. തൃശൂർ നഗരത്തിൽ വെള്ളപ്പൊക്കം. തോരാമഴയിൽ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. പ്രധാന നിരത്തുകളെല്ലാം മുങ്ങി. വീടുകളിൽ വെള്ളം ഇരച്ചുകയറി ജനം ദുരിതത്തിൽ. നഗരഹൃദയമായ പാട്ടുരായ്ക്കൽ അശ്വിനി ഹോസ്പിറ്റലിന് സമീപമുള്ള വീടുകളിൽ ആളുകൾ മുകൾ നിലയിലേക്ക് മാറി. ഹോസ്പിറ്റലിനും വെള്ളക്കെട്ട് ഭീഷണിയുണ്ട്. കാനകളിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്ത അവസ്ഥയാണ്. വെള്ളക്കെട്ടും റോഡിലെ കുഴികളും മനുഷ്യജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. മലയോര മേഖലയിലെ പല തോടുകളും കരകവിഞ്ഞു. മരോട്ടിച്ചാൽ AUPS സ്കൂളിലേക്കുള്ള വഴിയിൽ വെള്ളം കയറി. വിദ്യാർത്ഥികൾ വെള്ളക്കെട്ട് കടന്നു വേണം സ്കൂളിലെത്താൻ. സമീപത്ത് റോഡ് തകർന്നു കിടക്കുന്നതിനാൽ വാഹന സൗകര്യവും ലഭ്യമല്ല. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഈ പെരുമഴയിലും റോഡ് ടാറിംഗ് നടത്തുന്നതിന്റെ വീഡിയോയും പുറത്തുവന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. നഗരത്തിലെ മാര റോഡിലാണ് പെരുമഴയിൽ റോഡ് ടാറിംഗ് അരങ്ങേറിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ്. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളി. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്കുള്ള സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളി. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും സാന്ദ്ര പത്രിക നൽകിയിരുന്നു. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സ്വതന്ത്രമായി നിർമ്മിച്ച 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണമെന്ന മാനദണ്ഡം പാലിച്ചില്ലെന്ന് കാണിച്ചാണ് പത്രിക തള്ളിയത്. സമർപ്പിച്ച സെൻസർ സർട്ടിഫിക്കറ്റുകളിൽ 2 എണ്ണം മാത്രമാണ് സാന്ദ്രയുടെ പേരിലുള്ളതെന്ന് വരണാധികാരി അറിയിച്ചു. എന്നാൽ മറ്റൊരു കമ്പനിയുടെ ബാനറിൽ താൻ നിർമ്മിച്ച സിനിമയുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ അസാധുവാകുമെന്ന് സാന്ദ്ര ചോദിച്ചതോടെ തർക്കമായി. ഒരു സിനിമ നിർമ്മിച്ചവർക്ക് മത്സരിക്കാവുന്ന എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് സാന്ദ്രയ്ക്ക് മത്സരിക്കണമെന്ന് വരണാധികാരി പറഞ്ഞു. പത്രികകൾ തള്ളിയതിന് രേഖാമൂലമുള്ള വിശദീകരണവും നൽകി. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വേളയിൽ സാന്ദ്രയും നിർമ്മാതാവ് സുരേഷ് കുമാറും തമ്മിലും വാക്കുതർക്കമുണ്ടായി. അതേസമയം ഗൂഢാലോചനയുടെ ഭാഗമായാണ് പത്രികകൾ തള്ളിയതെന്നും നിയമപരമായി നേരിടുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. ആഗസ്റ്റിലും സെപ്റ്റംബറിലും സബ്സിഡി വെളിച്ചെണ്ണ. ഓണത്തിന് മുൻപ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിൽ നിന്ന് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 2 ലിറ്റർ വീതം വെളിച്ചെണ്ണ വാങ്ങാം. 349 രൂപ നിരക്കിൽ ആഗസ്റ്റിൽ 1 ലിറ്ററും സെപ്റ്റംബറിൽ 1 ലിറ്ററുമാണ് വിതരണം ചെയ്യുന്നത്. വിപണിയിൽ മോശം വെളിച്ചെണ്ണ വിൽക്കുന്നത് കണ്ടെത്താൻ മന്ത്രി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സപ്ലൈകോ വഴി വില കുറച്ച് വിൽക്കാൻ തീരുമാനിച്ചതോടെ മാളുകളിലും വൻകിട സൂപ്പർ മാർക്കറ്റുകളിലും വില കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പൊതുവിപണിയിൽ വീണ്ടും വില കുറയുമെന്നാണ് സൂചന. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.